മായന്നൂർ പെട്രോൾ പമ്പിന് സമീപം വിശ്വസ്തമായ ചികിത്സാ സേവനം ഉറപ്പാക്കിക്കൊണ്ട് ചെറുവത്തൂർ മെഡിക്ലിനിക് വിപുലമായ സൗകര്യങ്ങളുമായി ജനങ്ങളിലേക്ക്. അത്യാധുനിക മെഡിക്കൽ ലാബോറട്ടറി, ECG, ഒബ്സർവേഷൻ യൂണിറ്റ് എന്നിവ സജ്ജീകരിച്ചിട്ടുള്ള ഇവിടെ വിദഗ്ധരായ സൂപ്പർ സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുടെ സേവനവും ലഭ്യമാണ്. ചെറുവത്തൂർ മെഡിക്ലിനിക്, മായന്നൂർ. ചെറുതുരുത്തി 3-ാം മൈൽ മാരിയമ്മൻ പൂജ മഹോത്സവത്തിന് തിരിതെളിഞ്ഞു. 4 ദിവസത്തെ ചടങ്ങുകൾക്ക് തുടക്കം. ഭാരതപ്പുഴയിൽ കുംഭം താഴ്ത്തുന്നതോടെ വെള്ളിയാഴ്ച ചടങ്ങുകൾ സമാപിക്കും. ചെറുതുരുത്തി പൈങ്കുളം റോഡ് 1-ാം മൈൽ മാരിയമ്മൻ പൂജാ മഹോത്സവത്തിന് ഭക്തി നിർഭരമായ തുടക്കം. 4 ദിവസം നീണ്ടു നിൽക്കുന്ന ചടങ്ങുകളിൽ വിവിധ പൂജകളും കലാപരിപാടികളും അരങ്ങേറും. ചെറുതുരുത്തി മാരിയമ്മൻ കോവിൽ പൂജാ മഹോത്സവത്തിന്റെ ഭാഗമായി 4 ദിവസത്തെ വിപുലമായ ആഘോഷങ്ങളോടുകൂടി മാരിയം പൂജ മഹോത്സവത്തിന് തുടക്കമായിരിക്കുകയാണ്. ഇന്ന് രാവിലെ ഗണപതി ഹോമവും തുടർന്ന് സർപ്പം പാട്ടും അതിൻ്റെ ഭാഗമായി ഗംഭീര അന്നദാനവും ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ഈ മാരിയമ്മൻ കോവിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മഹാദാനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ അന്നദാനം എല്ലാ ദിവസവും വൈകിട്ട് ഉണ്ടായിരിക്കുന്നതാണ്. ഞങ്ങൾ ആ അന്നദാനത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും മാരിയമ്മയുടെ പേരിൽ ആർദ്രമായി ക്ഷണിക്കുകയാണ്. കൂടാതെ എല്ലാ ദിവസവും അതിഗംഭീരമായ തായമ്പകയും വളർന്നു വരുന്ന യുവതലമുറകളുടെ പുതിയ തായമ്പകയും കൂടാതെ ആദ്യ ദിവസമായ ഇന്ന് ചൊവ്വാഴ്ച വൈകുന്നേരം 4 മണിക്ക് ചെറുതുരുത്തി ഭാരതപ്പുഴ തീരത്ത് നിന്ന് സത്യകുംഭം എഴുന്നള്ളിച്ച് കോമരങ്ങളുടെ സാന്നിധ്യത്തോടുകൂടി മാരിയങ്കോലിലേക്ക് ഗംഭീര പാണ്ഡ്യമാളത്തിൻ്റെ അകമ്പടിയോടുകൂടി ചെറുതുരുത്തി ടൗണിലൂടെ എഴുന്നള്ളത്ത് നടത്തുന്നതാണ്. ഏകദേശം വൈകുന്നേരം 2 മണിക്ക് മാരിയങ്കോലിൽ എത്തിച്ചേരുന്നതാണ്. തുടർന്നുള്ള എല്ലാ ദിവസങ്ങളിലും ഗണപതി ഹോമവും പാട്ടും എല്ലാം കൂടി ഗംഭീര താഴ്മയോടുകൂടി എല്ലാ ദിവസവും ആഘോഷങ്ങളും. 2ാമത്തെ ദിവസം മുതൽ തോട്ടത്തിൽ പടിയിൽ നിന്ന് മാവുകളോട് കൂടിയിട്ട് എഴുന്നള്ളിപ്പുണ്ടായിരിക്കുന്നതാണ്. തുടർന്ന് 4ാം ദിവസവും അതിഗംഭീരമായുള്ള പാണ്ഡ്യമേളത്തോടു കൂടി കാവ് കൊടുക്കുന്നതോടുകൂടി ഞങ്ങൾ തിരിച്ച് ഭാരതപ്പുഴയെ കൊണ്ടായി നിമഞ്ജനം ചെയ്യുന്നതോട് കൂടിയിട്ട് 4ാമത്തെ ദിവസത്തോടുകൂടി ഞങ്ങളുടെ ആഘോഷം അവസാനിക്കുകയാണ്. തുടർന്ന് 5ാം ദിവസം ഈ നാട്ടിലെ ചെറുപ്പക്കാരികളായുള്ള നല്ല കുട്ടികളുടെ കലാകായിക വിരുന്നും ഉണ്ടായിരിക്കുന്നതാണ്. വൈകുന്നേരം 8 മണിക്ക് ആരംഭിക്കുന്നതാണ്. ആ പരിപാടിയിലേക്കും എല്ലാ ഭക്തജനങ്ങളും ഞങ്ങൾ ആർദ്രമായി ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. ചൊവ്വാഴ്ച പുലർച്ചെ 5 മണിക്ക് ക്ഷേത്രനട തുറന്നതോടെയാണ് ഉത്സവ ചടങ്ങുകൾ ആരംഭിച്ചത്. പൂജാരി ഓമനക്കുട്ടന്റെ നേതൃത്വത്തിൽ വിശേഷാൽ പൂജകൾ നടന്നു. അമ്പലപ്പാറ ഭാസ്കരൻ ടീമിന്റെ സർപ്പപ്പാട്ടും തുടർന്ന് മഹാ അന്നദാനവും ഭക്തർക്കായി ഒരുക്കിയിരുന്നു. വൈകിട്ട് ഭാരതപ്പുഴയിൽ നിന്ന് കുംഭമെഴുന്നള്ളിച്ച് ക്ഷേത്രത്തിലെത്തിച്ചു. വരും ദിവസങ്ങളിൽ തായമ്പകയും മാവുവിളക്ക് എഴുന്നള്ളിപ്പും നടക്കും. വെള്ളിയാഴ്ച പുലർച്ചെ ഭാരതപ്പുഴയിൽ കുംഭം താഴ്ത്തുന്നതോടെ മഹോത്സവത്തിന് സമാപനമാകും. ചെറുതുരുത്തി ശ്രീ മാരിയമ്മൻ കോവിലിൽ വർഷം തോറും നടത്തിവരാറുള്ള മാരിയമ്മൻ പൂജ മഹോത്സവം 2026 മാർച്ച് 24 മുതൽ മാർച്ച് 28 5 ദിവസത്തെ വിപുലമായ പരിപാടികളോട് ആണ് ആഘോഷിക്കുന്നത്. ഇന്ന് രാവിലെ ഗണപതി ഹോമത്തോടു കൂടി ഈ വർഷത്തെ പരിപാടികൾ ആരംഭിച്ചു. ഇന്ന് ഉച്ചയ്ക്ക് അന്നദാനം, ബുധൻ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ രാത്രിയാണ് അന്നദാനം. തുടർന്ന് വെള്ളിയാഴ്ച അതിഗംഭീര പാണ്ഡിമേളം ഉണ്ടായിരിക്കും. ശനിയാഴ്ച രാത്രി കുട്ടികളുടെ കലാപരിപാടികൾ ഉണ്ടായിരിക്കും. സർപ്പപ്പാട്ട് ഇന്ന് രാവിലെ ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ പരിപാടികളിലും ഭക്തജനങ്ങൾ എല്ലാവരും പങ്കെടുത്ത് പരിപാടികൾ മനോഹരമാക്കി തരണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. പ്രസിഡന്റ് KN ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി MC നാരായണൻകുട്ടി തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നു.